ഹേ ഗായ്സ്, ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ഷോർട്സ് എന്തെങ്കിലും. നമ്മുടെ അപ്പുറത്തുള്ള കുറച്ച് ഇങ്ങനെ ബായി ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പെണ്ണിങ്ങനെ സംസാരിക്കലുണ്ട്. അപ്പോൾ അവർ ചെറിയ പിള്ളേരുണ്ട്. അപ്പോൾ അതിൽ മൂത്തവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ആജാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ വരാം, തുണി വിരിക്കണമായിരുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അതിനെ കുറച്ച് മലയാളം അറിയാം. ഞാൻ പോയിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എടുത്തില്ല. അവിടെ ചെന്നപ്പോൾ അവൻ്റെ അമ്മയുണ്ട്. അവളെടുത്തപ്പോത്തിനും കുറച്ച് നേരം എന്നെ നോക്കി. എന്നിട്ട് പിന്നെ ഒറ്റ കരച്ചിൽ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണോണ്ട് ആരിങ്ങനെ എടുത്തും അങ്ങനെ വന്നിട്ടില്ല. അനിയത്തിമാരെ കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിക്കണല്ലാണ്ട് അങ്ങനെ ആരും എടുത്ത് അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമില്ല. അവനൊരൊറ്റ കരച്ചിൽ. അപ്പോൾ തന്നെ വാങ്ങി ഇങ്ങനെ ശ്വാസം പിടിക്കാണ്ട് നിൽക്കട്ടെ, ശ്വാസം കിട്ടാണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവനെ കരച്ചിലടക്കി കാറൊക്കെ വണ്ടി കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ ഉണ്ട്, അവരുടെ അമ്മ ഹസ്ബൻഡിൻ്റെ വൈഫുണ്ട്. പുള്ളിക്കാരി എന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് അന്തം വിട്ടിക്കട്ടെ പുള്ളി. അപ്പം ഞാനപ്പോൾ നീങ്ങുന്നു, എന്നെ കാണണ്ടല്ലോ പുറത്ത്. അപ്പോൾ ഇതിനും ഇവന് അപ്പോൾ ആ അമ്മ ഇതേ കാക്കാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഇവന് ഒരൊറ്റ കരച്ചിലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ പോണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്ന്. കാരണം ഇവനിപ്പോൾ അറിയാത്തവരുടെ അടുത്ത് പോയില്ല, നമുക്കറിയില്ലല്ലോ. എൻ്റെ മേനനല്ലേ കൂടുതൽ കാണണം, പിന്നെ അനിയത്തിന് വീട്ടുകാരൊക്കെ അല്ലേ. നീ എന്തിനാ അങ്ങനെ കരഞ്ഞത്? ഒരൊറ്റ പൊട്ടിക്കരയിൽ കണ്ണീന്ന് തുള്ളി താഴെത്തി. പോട്ടേടി, ഞാനിവനെ ഉറക്കൊക്കെ ചെയ്യട്ടെ.